ശാന്തി. മധുബനിൽ നിന്ന് കരുണാബായിയുടെ ലെറ്റർ വന്നിട്ടുണ്ട്. സമയമനുസരിച്ച് മധുബൻ എപ്പോഴും നമുക്ക് ഓരോ ഡയറക്ഷൻസ് തന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് മാർച്ച് മുതൽ ലോക്ക്ഡൗൺ പീരീഡ് ആയതുകൊണ്ട് ബാബയുടെ കുട്ടികൾ സെൻറ്ററുകളിലേക്ക് ആർക്കും വരാൻ പറ്റുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ധാരാളം പേര് BKസിൻ്റെ ഫോൺ നമ്പറുകളെല്ലാം വെച്ച് ധാരാളം ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സെൻറ്ററുകളിൽ അറിയാതെ വ്യക്തിപരമായിട്ട് അനേക ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ BKസും നോൺ BKസും BK എന്ന നാമമാത്ര BKസും അങ്ങനെ അനേകം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചാൽ അതിൽ ബ്രദറുടെ ലെറ്ററിലുണ്ട് പലരും ബാബയുടെ കുട്ടികളിൽ നിന്ന് പൈസയുടെ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കരുണാബായി പ്രത്യേകിച്ചും എല്ലാ ബ്രാഹ്മണരോടും പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം ആരും സെൻറ്ററിൽ വരാത്തതുകൊണ്ട് പരസ്പരം ഒന്നും അറിയില്ല. പലതും സെൻറ്ററുകളുടെ സബ് സെൻറ്ററുകളുടെ പേര് പറഞ്ഞിട്ട് സെൻറ്ററിലെ സേവയ്ക്കാണ്, സെൻറ്ററിൻ്റെ വാടകയ്ക്കാണ് എന്നെല്ലാം പറഞ്ഞിട്ട് പല ഗ്രൂപ്പുകളിലും പറഞ്ഞ് പലർക്കും നമ്പറുകൾ കൊടുത്ത് ബാങ്ക് നമ്പറുകളൊക്കെ കൊടുത്തിട്ട് പലരുടെ കയ്യിൽ നിന്നും പൈസ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെയും ഒരു ബ്രദർ കുറച്ച് ദിവസം മുമ്പ് സിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബ്രദർ ഇങ്ങനെ ആരോ ഒരാൾ സെൻറ്ററിന് വാടകയ്ക്ക് കൊടുക്കാനില്ല പറഞ്ഞിട്ട് പൈസ വേണമെന്ന് പറഞ്ഞ് ബാങ്ക് നമ്പറൊക്കെ കൊടുത്തു. ആരാണെന്ന് ബാക്കി അറിയില്ല, ഏത് സെൻറ്ററുകാരാണെന്നും അറിയില്ല. പിന്നെയാണ് സിസ്റ്ററോട് വന്നിട്ട് പറയണത്. ഇങ്ങനെ എന്നോടും ചോദിച്ചിരുന്നു. ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. ബാബയുടെ വീടല്ലേ, ബാബയുടെ വീട്ടിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനത് സെൻറ്ററിൽ നിന്നാണെന്ന് വിചാരിച്ച് ചെയ്തു പോയി പറഞ്ഞു. അപ്പോൾ ഇത് സൂക്ഷിക്കണം. അത് നേരത്തെയും സിസ്റ്റർ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതാണ്. യജ്ഞത്തിൽ നിന്ന് നമുക്ക് സമയത്ത് ബാബ മുന്നറിയിപ്പ് തരും. അതുകൊണ്ട് കരുണാബായി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏത് സെൻറ്ററിലാണോ പോണേ നിങ്ങളുടെ സെൻറ്റർ അല്ലെങ്കിൽ സബ് സെൻറ്റർ എവിടെ നിങ്ങളുടെ നിമിത്താത്മാക്കളുണ്ടോ ആ സെൻറ്ററിന് സബ് സെൻറ്ററിന് എല്ലാ ഗീതാ പാഠശാലക്കാരും ഏതെങ്കിലും ഒരു സെൻറ്ററിൽ സബ് സെൻറ്ററിലും കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെൻറ്ററിലെ അല്ലെങ്കിൽ സബ് സെൻറ്ററിലെ എവിടെയാണോ നിങ്ങൾ പോണേ, ആരാണോ നിങ്ങളുടെ നിമിത്താത്മാക്കൾ, അവരോട് ചോദിച്ചിട്ട് സെൻറ്ററിൻ്റെ വാട്സപ്പ് നമ്പറിൽ തന്നെ നിങ്ങൾ ഗ്രൂപ്പിലിരിക്കാവോ. അതല്ലാതെ നിങ്ങളുടെ എല്ലാവരുടെയും നമ്പറുകൾ ഇപ്പോൾ ലോകം മുഴുവൻ പോയിട്ടുണ്ട്. അപ്പോൾ ധാരാളം പേര് ബാബയുടെ എംബ്ലങ്ങളും ചിത്രങ്ങളും വെച്ചിട്ട് ഇഷ്ടംപോലെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ എല്ലാവരുടെയും നമ്പറുകൾ അതാത് ഗ്രൂപ്പിൽ അവർ ചേർത്തുകൊണ്ടിരിക്കും. നമ്മൾ എക്സിറ്റ് ആയാലും വീണ്ടും നമ്മുടെ പേര് അതിൽ ചേർക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, സെൻറ്ററിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഇരിക്കൂ. അതൊഴികെ ബാക്കി BK ഗ്രൂപ്പുകൾ ഏതൊക്കെ കാണിക്കുന്നോ ബാബയുടെ എംബ്ലംസ് വെച്ച് അല്ലെങ്കിൽ യജ്ഞത്തിലെ ജ്ഞാനത്തിൻ്റെ പേരുകൾ വെച്ച് എന്തൊക്കെ ഗ്രൂപ്പുകളുണ്ടോ അതിൽ നിന്നെല്ലാം നിങ്ങൾ എക്സിറ്റ് ആവൂ സ്വമേധയാ. വീണ്ടും നിങ്ങളെ ചേർത്താൽ നിങ്ങൾ വീണ്ടും എക്സിറ്റ് ആകും, അല്ലെങ്കിൽ ആ നമ്പർ ബ്ലോക്ക് ചെയ്യും. അതുമല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിൽ നിങ്ങളുടെ കുട്ടികൾ പേരക്കുട്ടികളോട് പറഞ്ഞാൽ ഫോണിലൊരു ഓപ്ഷനുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മളെ ഇനി ഒരാൾക്കും ഗ്രൂപ്പിൽ ചേർക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണുകളിൽ അതിനും ഒരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ നമ്മൾ ചെയ്തു വെച്ചാൽ നമ്മുടെ ഫോണ് നമ്പർ അവർക്ക് നമ്മളെ ചേർക്കണമെങ്കിൽ ആദ്യം നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കണം, ഞാൻ നിങ്ങളെ ഈ ഗ്രൂപ്പിൽ ചേർക്കട്ടെ. അപ്പം നമുക്ക് അവരോട് ചോദിക്കാമല്ലോ നിങ്ങൾ ആരാ എന്താ ഏതാന്ന്. അതുകൊണ്ട് ഇങ്ങനെ എന്ന് നമ്മൾ വിചാരിക്കുമോ ഞാൻ അറിഞ്ഞിട്ടില്ല, ആരൊക്കെയോ എൻ്റെ പേര് ചേർത്തിരിക്കുക, ഏതൊക്കെയോ ഗ്രൂപ്പ് എൻ്റെ ഫോണിൽ വന്നുകൊണ്ടിരിക്കുക, അത് ഞാൻ അറിഞ്ഞിട്ടില്ല. ശരിയാണ്, അവർ ചേർത്തത് നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളതിലിരിക്കുക അർത്ഥം ഇതൊരു തരത്തിലെ ഡിസ്സർവീസുകളുടെ ഭാഗമായിട്ട് നമ്മളും ഇരിക്കും പോലെയാണ്. കാരണം ഇതൊരു സൂക്ഷ്മ കണക്ക് നമുക്കും വരും. ആ ഗ്രൂപ്പിൽ നമ്മളിരിക്കുക അർത്ഥം ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ ബാബയുടെ പേരിൽ യജ്ഞത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്താൽ ആ ഗ്രൂപ്പിൽ നമ്മൾ ഇരിക്കുക അർത്ഥം നമ്മൾ അവർക്ക് സഹയോഗം കൊടുക്കുന്നത് പോലെയാണ്, നമ്മളറിയാതെ തന്നെ. അതുകൊണ്ട് ദയവ് ചെയ്ത് മുന്നോട്ടുള്ള യാത്രയിൽ, കാരണം നമുക്കറിയില്ല എല്ലാ കാര്യങ്ങളും സ്മൂത്താക്കാനും
എല്ലാവർക്കും പഴയതുപോലെ സെൻറ്ററുകളിലേക്ക് വരാനൊക്കെ എത്ര സമയമാകും എന്ന ഡ്രാമയിൽ ഇപ്പോഴും നമുക്കറിയാത്ത സമയമാണ്. കാരണം രോഗം അതിൻ്റെ മൂർധന്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് ബാബയുടെ പേരിൽ, യജ്ഞത്തിൻ്റെ പേരിൽ ബാബയുടെ മക്കളാരും കബളിപ്പിക്കപ്പെടരുത്. അതുകൊണ്ട് മധുബൻ നിന്ന് എന്ത് നിർദ്ദേശം കിട്ടുന്നു ഇത് നമ്മളെല്ലാം പാലിച്ചാൽ നിങ്ങൾക്കെല്ലാം നല്ലത്. സിസ്റ്റർ നിങ്ങളോട് എല്ലാവരോടും പലതവണ ഇത് സൂചന തന്നിട്ടുണ്ട്. അതുകൊണ്ട് അബദ്ധത്തിൽ പോയി പെട്ടതിന് ശേഷം പിന്നെ അയ്യോ പറ്റിപ്പോയി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മറ്റൊരു കാര്യവും കൂടി സിസ്റ്റർ നിങ്ങളെല്ലാവരോടും പറയണം. നിങ്ങൾ ഭായിമാരാണെങ്കിലും അമ്മമാരാണെങ്കിലും നിങ്ങളുടെ സ്വന്തം നിലയിൽ നിങ്ങൾ BKSൻ്റെ ഗ്രൂപ്പ് ഏതെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളതെല്ലാം കളയും. കാരണം നമുക്കൊരു ബാബ വീട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പ് ഒരൊറ്റ പരിവാരമാണ്. നമ്മൾ പേഴ്സണൽ ഗ്രൂപ്പുകൾ നമുക്കുണ്ടാക്കുകയും പാലിക്കുകയും ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ബാബ യജ്ഞത്തിൽ സെൻറ്ററിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി യജ്ഞപാലന കൊടുക്കുന്നുണ്ട്. എല്ലാ സെൻറ്ററുകൾക്കും ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതുകൊണ്ട് നമ്മളും സെൻറ്ററിൻ്റെ ഗ്രൂപ്പിലിരിക്കൂ. അല്ലാതെ നിങ്ങൾ പേഴ്സണലായിട്ട് BKSൻ്റെ ഗ്രൂപ്പുകൾ നിങ്ങൾ സ്വമേധയ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ വൈൻഡപ്പ് ചെയ്യൂ. കാരണം നമ്മളറിയാതെ ഈ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അടുത്തടുത്ത ഗ്രൂപ്പുകളിലേക്ക് ആൾക്കാർ നമ്മുടെ നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഇത്രയും പേരുടെ നമ്പർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഗ്രൂപ്പുകളിലെല്ലാം ഈ രീതിയിൽ വന്നുകൂടിയ ഗ്രൂപ്പുകളിലെല്ലാം കോഴ്സ് കേട്ടവരുണ്ട്, പകുതി കേട്ടവരുണ്ട്, പുറത്താൾക്കാരുണ്ട്. ഇപ്പം അങ്ങനെ വലിയ ഒരു രീതിയിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ നിങ്ങൾക്കറിയാലോ, എത്ര തന്നെ സേവനം നടക്കുമോ അതുപോലെ തന്നെ ഡിസ്സർവീസുകൾക്കുള്ള സാധ്യത ധാരാളമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പലതരത്തിലുള്ള അപകടങ്ങളും ഇതിലൂടെ ഉണ്ടാവും. അത് നമുക്കെന്താ വേണ്ടേ? ബാബയുടെ മുരളി വേണം. നമ്മുടെ സേവാസ്ഥാനത്തിന് സെൻറ്ററിൽ നിന്നും ബാബ വീട്ടിൽ നിന്നും നിമിത്തമായവരിൽ നിന്നുള്ള ഡയറക്ഷൻസ് വേണം. അതിന് നമുക്ക് നമ്മുടെ സെൻറ്ററിലെ ഗ്രൂപ്പിലിരുന്നാൽ പോരെ. അതിൽ കൂടുതൽ എത്ര സാധനങ്ങൾ വേണം? ഏതെല്ലാം ഗ്രൂപ്പിൽ നിന്ന് എന്തൊക്കെ മാറ്ററുകൾ വന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം നമ്മൾ എത്ര എണ്ണം പഠിക്കും? ആലോചിക്കും. സെൻറ്ററിൽ നിന്ന് വരുന്നത് പോലും നിങ്ങൾ എത്ര എണ്ണം തുറന്ന് നോക്കാറുണ്ട്, പഠിക്കാറുണ്ട്, അത് ഉപയോഗിക്കാറുണ്ട് പുരുഷാർത്ഥത്തിന്? ഇത്രയും ക്ലാസ്സുകൾ സെൻറ്ററിൽ നിന്ന് തന്നെ ഇട്ട് തരുന്നുണ്ട്. അതുമല്ലെങ്കിൽ യൂട്യൂബിൽ മധുബൻ്റെ ക്ലാസ്സാണെങ്കിൽ എല്ലാം നമുക്ക് അവൈലബിളാണ്. പിന്നെ എന്തിനാ നമ്മൾ ആവശ്യമില്ലാതെ ബി കെ ഗ്രൂപ്പ് ഉണ്ടാക്കി ആരെങ്കിലും ഒരു പക്ഷേ നിങ്ങൾ തുടങ്ങിയത് നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കാം. അതിൻ്റെ പിന്നിൽ ആരെങ്കിലുമൊക്കെ മിസ്യൂസിങ് ചെയ്താൽ, ബാബയുടെ കുട്ടികളുടെ പേരുകളും ഫോൺ നമ്പറുകളും ദുരുപയോഗപ്പെടുത്തിയാൽ, അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്സർവീസ് നടന്നാൽ അതിൻ്റെ എല്ലാം ചെറിയ ചെറിയ സൂക്ഷ്മ കണക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിൽ വരും. അപ്പം അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരോടും പറഞ്ഞത്, നമ്മൾ സെൻറ്ററിൻ്റെ മാത്രം ഒരേ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് മതി നമുക്ക്, BK. ബാക്കി നിങ്ങളുടെ ലൗകിക് രീതിയിൽ നിങ്ങളുടെ ഗ്രൂപ്പ് എന്തൊക്കെയാണോ അത് വേറെ വിഷയം. അതിൽ സൂക്ഷിക്കൂ. നാളെ ഏതെങ്കിലും അപകടങ്ങളിൽ പോയി ചാടരുത്. അതിനുശേഷം പിന്നെ പറയരുത് അയ്യോ ഇങ്ങനെ പറ്റിപ്പോയി. കാരണം സെൻറ്ററിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ടാണ്, പലരുടെയും അനുഭവം ഉള്ളതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇതിൻ്റെ സീരിയസ്നെസ് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് സിസ്റ്റർ വിചാരിക്കുന്നു. എല്ലാവരും, നിങ്ങൾക്ക് നിങ്ങളുടെ സെൻറ്ററിലെ വാട്സപ്പ് ഗ്രൂപ്പ് ഏതാണെന്ന് ഇപ്പോഴും അറിയില്ലെങ്കിൽ, കാരണം പല ഗ്രൂപ്പ് കിടക്കുന്നതുകൊണ്ട് സെൻറ്ററിൻ്റെ ഗ്രൂപ്പ് ഏതാണെന്ന് പോലും ഇപ്പോഴും ചിലർക്കും അറിയില്ല. അതുകൊണ്ട് അവസ്ഥ. നിങ്ങൾ നിങ്ങളുടെ നിമിത്തായരോട് ദയവ് ചെയ്ത് ചോദിക്കൂ, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് സെൻറ്ററിൻ്റെ ഗ്രൂപ്പിൻ്റെ പേരെന്താ? അപ്പം നിങ്ങൾക്ക് മനസ്സിലായി. അതിൽ നിങ്ങളെ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ ചേർക്കാൻ പറയൂ. നിങ്ങൾ ആ ഗ്രൂപ്പിൽ ചേർന്നിട്ട് ബാക്കി എല്ലാ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ അറിയില്ലാത്ത അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ, ഭായിമാരുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞാൽ ഏതൊക്കെ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് എക്സിറ്റ് ആവണോ അത് അവർ ചെയ്തു തരും. അങ്ങനെ അറിയുന്നവരുടെ സഹയോഗം എടുത്ത് ചെയ്യൂ. ഇതിപ്പോൾ വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ബാക്കി നിങ്ങളെല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കുന്നുണ്ടാവും. സൂക്ഷിച്ചിരിക്കൂ. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം അതേപോലെ പാലിക്കൂ. കഴിയുന്നതും ആരും പുറത്ത് ഇറങ്ങാതിരിക്കുന്നത് തന്നെ വലിയൊരു സേവനമാണ്. എമർജൻസിക്ക് മാത്രം
പുറത്തിറങ്ങുമ്പോഴും വളരെ ജാഗ്രതയോടുകൂടി പുറത്തിറങ്ങും. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. ബാബയുടെ ഓർമ്മയുടെ എത്രത്തോളം ശ്രേഷ്ഠമായ ശക്തിശാലിയായ കുടയുണ്ടാക്കാമോ കുടയുണ്ടാക്കി സുരക്ഷിതരായിട്ടിരിക്കുക. ബാക്കി ശാരീരികമായിട്ട് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ കാര്യങ്ങളിലെല്ലാം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. ബാക്കി ആന്തരിക ഇമ്മ്യൂണിറ്റിയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. മാക്സിമം മെഡിറ്റേഷൻ ചെയ്യൂ. വ്യർത്ഥ കാര്യത്തിലേക്കൊന്നും ആരും പോവില്ല എന്നറിയാം. എന്നാലും നമ്മൾ ബ്രാഹ്മണരെവിടെ ഇരിക്കുന്നു, നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും നമ്മുടെ ലോകത്തിൻ്റെയും കൂടെ സുരക്ഷയ്ക്കുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കൂടി ബാബ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സേവനം നമുക്ക് നല്ല രീതിയിൽ മാക്സിമം മനസ്സായുള്ള സേവനം നന്നായി ചെയ്യും. മാക്സിമം സമയം ബാബയുടെ മുരളിയുടെ അധ്യയനം ചെയ്യും. സ്റ്റഡി സമയം കിട്ടുമ്പോഴെല്ലാം മുരളി എടുത്ത് പഠിക്കൂ. കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യൂ. വീണ്ടും അല്പം മുരളി പഠിക്കൂ. കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യൂ. അപ്പോൾ നമുക്ക് പൂർണ്ണമായും യോഗത്തിൻ്റെ ലാഭം എടുക്കാൻ കഴിയും. ഓം ശാന്തി.